നമസ്കാരം. എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാന് നിങ്ങൾക്ക് നമ്മുടെ കമ്പാരറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് എടുക്കുന്നത്. അപ്പൊ കഴിഞ്ഞതിൽ നമ്മൾ എന്തൊക്കെയാണ് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത് എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ ഞാൻ ബ്ലോക്ക് 1-ലെ യൂണിറ്റ് ഫസ്റ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിൽ മെയിൻ ആയിട്ട് അപ്രോച്ചസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അപ്രോച്ചാണ് പൊളിറ്റിക്കൽ കൾച്ചർ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പൊളിറ്റിക്കൽ കൾച്ചറിന്റെ ഡെഫിനിഷനും ക്ലാസിഫിക്കേഷനും ആയിട്ടൊക്കെയാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പോൾ ചാപ്റ്ററിലേക്ക് പോവാം. First, political culture is one of the very important approaches to understand comparative politics. നമ്മുടെ കമ്പാരറ്റീവ് പൊളിറ്റിക്സ് മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്രോച്ച് ആണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. സ്കോളേഴ്സ് ഇൻവെസ്റ്റിഗേറ്റഡ് പൊളിറ്റിക്കൽ ബിഹേവിയർ ആൻഡ് ദി പ്രോസസ് ഓഫ് ദി പൊളിറ്റിക്കൽ സിസ്റ്റം ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ദെയർ പൊളിറ്റിക്കൽ കൾച്ചേഴ്സ്. ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്കൽ കൾച്ചർ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് അവിടുത്തെ പൊളിറ്റിക്കൽ ബിഹേവിയറും പ്രോസസ്സും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് സ്കോളേഴ്സ് ഒക്കെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചിരുന്നത്. And the political culture consists of set of beliefs, values, norms, and assumptions concerning the ways on how governmental, political, and economic life is being carried out. അതായത് എങ്ങനെയാണ് ഗവൺമെന്റും അതുപോലെയുള്ള ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള സബ്സിസ്റ്റം ഒക്കെ നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആളുകളുടെ ഒരു സെറ്റ് ബിലീഫ്സും വാല്യൂസും ഒക്കെ ഉള്ളതാണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. ഒരു സെറ്റ് വാല്യൂസും ബിലീഫ്സും. ആ വാല്യൂസും ബിലീഫ്സും നമ്മളിപ്പോ വിചാരിക്കുകയാണ്, നമ്മുടെ വാല്യൂസിനനുസരിച്ച് നമ്മൾ വിചാരിക്കും ഈ ഗവൺമെന്റ് ഇങ്ങനെ പ്രവർത്തിച്ചാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് തെറ്റാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള നമ്മുടെ ഒരു അസംഷൻസിനൊക്കെ പറയുന്ന പേരാണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫൺ സീൻ ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി. കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടാവുള്ളൂ. നമ്മുടെ പൊളിറ്റിക്കൽ കൾച്ചറിനനുസരിച്ചല്ല ഗവൺമെന്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എതിർക്കും. അപ്പോൾ ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പണന്റ് ആണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. ഇനി പൊളിറ്റിക്കൽ കൾച്ചർ അപ്രോച്ച് എന്താണെന്ന് നോക്കാം. പൊളിറ്റിക്കൽ കൾച്ചർ ഹെൽപ്പ് അസ് അണ്ടർസ്റ്റാൻഡ് പൊളിറ്റിക്കൽ ലൈഫ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൊളിറ്റിക്കൽ കൾച്ചർ സഹായിക്കും. അതെങ്ങനെയാന്ന് നോക്കാം കേട്ടോ. Political culture involves basic values, ideas, beliefs, attitudes, and orientation about politics. ഇപ്പോൾ പൊളിറ്റിക്സിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ വാല്യൂസ്, ഐഡിയാസ്, ബിലീഫ്സ് ഇതിനൊക്കെ പറയുന്ന പേരാണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് പ്രാക്ടീസസ് ഹെൽഡ് ബൈ പീപ്പിൾ. ആളുകളുടെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡ്സും പ്രാക്ടീസസും ആണ് ദാറ്റ് ഷേപ്പ് ദെയർ political behavior, include moral judgment, political myths, beliefs, and ideas about what makes up for a good society. ഇപ്പോൾ ഒരു നല്ല സൊസൈറ്റിക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ വേണം എന്നുള്ള ആളുകളുടെ ഒരു വാല്യൂസും ബിലീഫ്സും ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ആണ് ഈ പൊളിറ്റിക്കൽ കൾച്ചറിൽ പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് പറയാം, ഒരു ഇത് ഇൻക്ലൂഡ്സ് മോറൽ ജഡ്ജ്മെന്റ് എന്നുണ്ട് പറഞ്ഞ നമ്മുടെ മോറൽ വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഒരു ഗവൺമെന്റ് കറപ്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ ആളുകൾ അതിനെ എതിർക്കും. കാരണം എന്താണ്? ആളുകളുടെ മോറൽ വാല്യൂ എന്ന് പറയുന്നത് കറപ്ഷനെതിരാണ്. അപ്പൊ അങ്ങനെ എതിർക്കുമ്പോൾ നമ്മൾ ഒരു നല്ല സൊസൈറ്റി ഉണ്ടാവില്ല. അപ്പൊ അതാണ് നമ്മുടെ പൊളിറ്റിക്കൽ ഗവൺമെന്റിനോടുള്ള നമ്മുടെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കുറെ വാല്യൂസ്, ബിലീഫ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ വാല്യൂ ഇങ്ങനെയൊക്കെ ആവും, സെക്യുലറിസം ഒക്കെ ആവും, ടോളറൻസ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ ആവുമ്പോൾ നമ്മുടെ യൂണിറ്റിയും ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ടോളറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സെക്യുലറിസം നമ്മൾ മുന്നോട്ട് വെക്കുന്ന. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വാല്യൂസും ബിലീഫ്സും ഒക്കെ ഉള്ളതാണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. ഇനി പൊളിറ്റിക്കൽ കൾച്ചർ ഷേപ്സ് എ പീപ്പിൾസ് പൊളിറ്റിക്കൽ പെർസെപ്ഷൻസ് ആൻഡ് ആക്ഷൻസ്. ഈ പൊളിറ്റിക്കൽ കൾച്ചർ ആണ് നമ്മുടെ പൊളിറ്റിക്കൽ ആക്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇപ്പോ നമുക്ക് പറ്റിയൊരു പൊളിറ്റിക്കൽ കൾച്ചറുള്ള ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യും. വോട്ട് വരുമ്പോൾ വീണ്ടും നമ്മൾ അവർക്ക് തന്നെ വോട്ട് ചെയ്ത് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എതിർത്ത് ചെയ്യും. ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിന്റെ ഡെഫിനിഷൻ നോക്കാം. മെയിൻ ആയിട്ട് നമ്മൾ സ്കോളേഴ്സ് അല്ലെങ്കിൽ തിങ്കേഴ്സിന്റെ ഡെഫിനിഷൻസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ ഗബ്രിയേൽ ആൽമണ്ടും സിഡ്നി വെർബയും നമ്മുടെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് തിങ്കേഴ്സ് ആണ് കേട്ടോ. ഇവരുടെ 1963 ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലാണ് ഇവർ പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്.
ഇതിൽ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കലി ദ പൊളിറ്റിക്കൽ ഓറിയന്റേഷൻസ് ആൻഡ് ദ ആറ്റിറ്റ്യൂഡ്സ് ടുവാർഡ്സ് എ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് വേരിയസ് പാർട്സ്. ഇപ്പോൾ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഗവൺമെന്റും അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ വേരിയസ് പാർട്സ് ഉണ്ടാവും, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ഇതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ആളുകളുടെ പൊളിറ്റിക്കൽ ഓറിയന്റേഷൻ, അവരെ എങ്ങനെ നടക്കണം അല്ലെങ്കിൽ എങ്ങനെ നടത്തണം, എന്ത് നടത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ആളുകളുടെ ഓറിയന്റേഷൻ ആണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, it also includes attitudes towards the role of the self in the system. ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഉണ്ടാവുന്ന റോള്, അത് പറയുമ്പോൾ എന്താ വെച്ചാൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നമ്മുടെ റോൾ നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്പൊ വോട്ടിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ റോൾ എന്ന് പറയുന്നത്. അപ്പൊ സ്വന്തം റോളിന്റെ എന്താണെന്ന് തിരിച്ചറിയുന്നതുമാണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറഞ്ഞത്. ആര് പറഞ്ഞത്? ഗബ്രിയേൽ ആൽമണ്ടും സിഡ്നി വെർബിയും. ഇനി സിഡ്നി വെർബയുടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ നോക്കാം. ഇതിൽ പറയുന്നത് പൊളിറ്റിക്കൽ കൾച്ചർ ഈസ് ദ സിസ്റ്റം ഓഫ് ബിലീഫ്സ് അബൌട്ട് പാറ്റേൺസ് ഓഫ് പൊളിറ്റിക്കൽ ഇന്ററാക്ഷൻസ് ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും പൊളിറ്റിക്കൽ ഇന്ററാക്ഷൻസിനെ കുറിച്ചിട്ടൊക്കെയുള്ള നമ്മുടെ ബിലീഫ്സ് ആണ് എന്ത് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് സിഡ്നി വെർബ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് പറയുന്നത് ആൽമണ്ടും വെർബയും ഫൈവ് ഇമ്പോർട്ടൻറ്റ് ഡയമെൻഷൻസ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ. പൊളിറ്റിക്കൽ കൾച്ചറിന്റെ 5 ഇമ്പോർട്ടൻറ്റ് ഡയമെൻഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഡയമെൻഷൻ ആണ് സെൻസ് ഓഫ് നാഷണൽ ഐഡന്റിറ്റി. ആളുകൾക്ക് ഒരു നാഷണൽ ഐഡന്റിറ്റി വേണം, ഞാൻ ഈ നാഷണൽ ബിലോങ് ചെയ്യുന്നതാണ് എന്നുള്ളൊരു ഐഡന്റിറ്റി വേണം. പിന്നെ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് വൺസെൽഫ് ആസ് എ പാർട്ടിസിപ്പന്റ് ഇൻ പൊളിറ്റിക്കൽ ലൈഫ്. ഒരു പൊളിറ്റിക്കൽ ലൈഫിലെ പാർട്ടിസിപ്പന്റ് എന്ന നിലയിൽ എനിക്ക് എന്തൊക്കെ റോൾ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. പിന്നെ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് വൺസ് ഫെലോ സിറ്റിസൺസ്, നമ്മുടെ ഫെലോ സിറ്റിസൺസ്, കൂടെയുള്ള ആളുകൾക്ക് എന്തൊക്കെയുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻ റിഗാർഡിംഗ് ഗവൺമെന്റൽ ഔട്ട്പുട്ട് ആൻഡ് പെർഫോമൻസ്. അതായത് ഗവൺമെന്റ് തരുന്ന ഔട്ട്പുട്ട്, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഗവൺമെന്റിൽ നിന്നും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് നമുക്ക് നല്ലത് ചെയ്യണം, നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഗവൺമെന്റ് എന്തൊക്കെ പിന്നെ തിരിച്ചു തരുന്നത്, അതാണ് ഗവൺമെന്റ് ഔട്ട്പുട്ട്. നമ്മുടെ എക്സ്പെക്ടേഷൻസും ഗവൺമെന്റ് തരുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഓറിയന്റേഷൻ നമുക്ക് ആവശ്യമുണ്ട്. ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ടുവാർഡ്സ് നോളജ് അബൌട്ട് ദ പൊളിറ്റിക്കൽ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് നടക്കുന്നത്, ആ രാജ്യത്തെ എങ്ങനെയൊക്കെ നിയമങ്ങൾ നടപ്പാക്കുന്നുണ്ട്, അതിനുള്ള ഡിസിഷൻ എങ്ങനെയൊക്കെ എടുക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നോളജും നമ്മൾക്ക് വേണം. അപ്പൊ ഈ ഇത്രയും 5 ഡയമെൻഷൻസ് ആണ് ഒരു പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്നാണ് ആൽമണ്ടും വെർബയും പറഞ്ഞിട്ടുള്ളത്. ഈ 5 ഡയമെൻഷൻസും നമ്മൾ പഠിക്കണം. ഇപ്പോൾ പൊളിറ്റിക്കൽ കൾച്ചർ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, അതായത് എക്സാമിന് നമുക്ക് ചോദിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കണം. പിന്നെ പറയുന്നത് റോബർട്ട് എ ഡാൽസ്, ഇദ്ദേഹം പൊളിറ്റിക്കൽ കൾച്ചർസിനെ കുറച്ച് എലമെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. 4 എലമെന്റ്സ് ആണ് ഉള്ളത്, ഈസി ആയിട്ട് ഓർമ്മിക്കാൻ പറ്റും. ഓറിയന്റേഷൻ ഓഫ് പ്രോബ്ലം സോൾവിങ്, എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ളത്. പിന്നെ കളക്റ്റീവ് ആക്ഷൻ, ഒരു സൊസൈറ്റി കളക്റ്റീവ് ആളുകൾ എങ്ങനെയൊക്കെ കളക്റ്റീവായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കും. പിന്നെ ഓറിയന്റേഷൻ ടു ദ പൊളിറ്റിക്കൽ സിസ്റ്റം, പൊളിറ്റിക്കൽ സിസ്റ്റത്തിനോടുള്ള ഓറിയന്റേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം എന്താണ് നമ്മൾ അറിയണം, എങ്ങനെയായിരിക്കണം എന്നുള്ളതും അറിയണം. ആൻഡ് ഓറിയന്റേഷൻ ടു അതർ പീപ്പിൾ, ബാക്കിയുള്ള പീപ്പിളിനെ കുറിച്ചിട്ടുള്ള ഓറിയന്റേഷൻ. അപ്പൊ ഇത്രയും ഇതാണ് 4 എലമെന്റ്സ്. ആര് പറഞ്ഞ? റോബർട്ട് ഡാല്. മറ്റേത് വെർബ പറഞ്ഞ 5 ഡയമെൻഷൻസും. ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ കൾച്ചർ. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഒരു രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കോമ്പണൻസ് ആൻഡ് ഷിഫ്റ്റ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ. ഇതെന്ന് പറയുമ്പോൾ ഷിഫ്റ്റ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് പൊളിറ്റിക്കൽ കൾച്ചറിന്റെ എവല്യൂഷൻ ആണ്. അത് ഫസ്റ്റ് എങ്ങനെ പൊളിറ്റിക്കൽ കൾച്ചർ ഇപ്പൊ കാണുന്നൊരു സ്കോളർ അല്ലെങ്കിൽ ഒരു റിസർച്ച് ആയിട്ട് സബ് ഫീൽഡ് ആയിട്ട്, പൊളിറ്റിക്കൽ സയൻസിൽ ഒരു സബ് ഫീൽഡ് ആയിട്ട് എമർജ് ചെയ്ത് വന്നു എന്നുള്ളതാണ് ഈ ഷിഫ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പൊളിറ്റിക്കൽ കൾച്ചേഴ്സ് ഇന്റലക്ച്വൽ ആന്റിസിഡന്റ് ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ആന്റിക്വിറ്റി. അത് പറയുന്നത് ഈ പൊളിറ്റിക്കൽ കൾച്ചറിനുള്ള കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പഴയ കാലം മുതലേ നമുക്ക് കാണാൻ പറ്റും. ചെറിയ ചെറിയ ഓരോ ടെക്സ്റ്റിലും കാര്യങ്ങളൊക്കെ പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ചിട്ടുള്ള റെഫറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ തന്നെ പറയുന്നതാണ് ഇറ്റ്സ് ഇമ്മീഡിയറ്റ് ആന്റിസിഡൻസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ വർക്ക്സ് ഓഫ് മോണ്ടെസ്ക്യൂ, ജോഹാൻ ഗോഡ്ഫ്രീഡ് ഹെർബർ ആൻഡ് അലക്സിസ് ദെ ടോക്യുവെല്ലി. പഴയ കാല ടെക്സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, പണ്ട് മുതലേ നമ്മൾ പൊളിറ്റിക്കൽ കൾച്ചർ എന്നുള്ള കാര്യങ്ങൾ കണ്ടുവരുന്നുണ്ട്.
അപ്പൊ അത് നമുക്ക് മൊണ്ടസ്ക്യൂയുടെയും അതേപോലെ ഗോഡ്ഫ്രീഡ് ഹെർബറുടെയും അലക്സസ് ഡെ ടോക്യുവെല്ലയുടെയും ഒക്കെ ടെക്സ്റ്റിലൊക്കെ പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ചിട്ടുള്ള റെഫറൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. Its genesis in modern comparative politics can be traced to Almond's seminal article. പക്ഷെ ഒരു മോഡേൺ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ പൊളിറ്റിക്കൽ കൾച്ചർ എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത് ആൽമണ്ടിന്റെ ആർട്ടിക്കിളിലൂടെയാണ്. ആർട്ടിക്കിളിന്റെ പേരാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്കൽ സിസ്റ്റം ഇൻ ദി ജേർണൽ ഓഫ് പൊളിറ്റിക്സ്. അപ്പൊ ഈ ആർട്ടിക്കിളിലൂടെയാണ് ഒരു മോഡേൺ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ എങ്ങനെയാണ് പൊളിറ്റിക്കൽ കൾച്ചർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കാണാൻ കഴിയുന്നത്. And with the publication of the civic culture by ഗബ്രിയേൽ ആൽമണ്ട് ആൻഡ് സിഡ്നി വെർബ. സിഡ്നി വെർബയുടെയും ആൽമണ്ടിന്റെയും പുസ്തകമാണ് സിവിക് കൾച്ചർ എന്ന് പറയുന്നത്. ആ സിവിക് കൾച്ചർ എന്ന് പറഞ്ഞ പുസ്തകത്തിലാണ് പൊളിറ്റിക്കൽ കൾച്ചർ റിസർച്ച് എമേർജ്ഡ് ആസ് എ സബ് ഫീൽഡ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്ന സാധനം പൊളിറ്റിക്കൽ സയൻസിലെ ഒരു സബ് ഫീൽഡ് ആയിട്ട് എമർജ് ചെയ്ത് വന്നത് സിവിക് കൾച്ചർ എന്ന് പറഞ്ഞ പുസ്തകം പബ്ലിഷ് ചെയ്തതോട് കൂടിയിട്ടാണ്. അതിനുശേഷം ഒരുപാട് പേര് പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ തുടക്കം കുറിച്ചത് ആരാണ്? ഗബ്രിയേൽ ആൽമണ്ടും സിഡ്നി വെർബയാണ്. അപ്പൊ അങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ കൾച്ചറിന്റെ ഷിഫ്റ്റ്. ആദ്യം പഴയകാല ടെക്സ്റ്റ് വന്നു, അത് റെഫറൻസ് മാത്രം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ആൽമണ്ടും ഇതുപോലെ തന്നെ മോഡേൺ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതൊരു സബ് ഫീൽഡ് ആയിട്ട് ഉയർന്നു വരാൻ കാരണം ഗബ്രിയേൽ ആൽമണ്ടും സിഡ്നി വെർബയും കൂടെ സിവിക് കൾച്ചർ എന്ന് പറഞ്ഞ പുസ്തകം പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ്. ഇനി ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ്, അതായത് പൊളിറ്റിക്കൽ കൾച്ചർ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് പൊളിറ്റിക്കൽ കൾച്ചർ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്ന സബ് ഫീൽഡിൽ എന്തൊക്കെ വരും എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. പൊളിറ്റിക്കൽ ബിലീഫ്സും വാല്യൂസും, അതായത് നമുക്ക് ഒരു രാജ്യത്തിനോട് ഉണ്ടാവുന്ന നമ്മുടെ ബിലീഫ്സും വാല്യൂസും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മോറൽ വാല്യൂസ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ പൊളിറ്റിക്കൽ പ്രോസസ്സ്, എങ്ങനെയാണ് ഗവൺമെന്റ് രൂപീകരിക്കുന്നത്, ഗവൺമെന്റിന്റെ റോൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. പിന്നെ ഡിസിഷൻ മേക്കിംഗ്, എങ്ങനെയാണ് നിയമം ഉണ്ടാവുന്നത് കാര്യങ്ങൾ. പിന്നെ സിംബൽസ്, പൊളിറ്റിക്കൽ ആക്ഷൻസ്, ആളുകൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആക്ഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഓറിയന്റേഷൻസ്, ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി, കൾച്ചറലിസം, സൊസൈറ്റൽ സ്ട്രക്ചർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഒരു പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. ഇത്രയും കോമ്പണൻസ് ഉണ്ട് പൊളിറ്റിക്കൽ കൾച്ചറിന്. അപ്പോൾ എക്സാമിന് 20 മാർക്കിന് പൊളിറ്റിക്കൽ കൾച്ചർ അപ്രോച്ചിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കണം. ഇനി നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ. പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ച് തിങ്കേഴ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ 2 വിധത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റത്തത് ആൽമണ്ട് ആൻഡ് വെർബയുടെ ക്ലാസിഫിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിവിക് കൾച്ചർ എന്നുള്ള ബുക്ക് എഴുതിയതാണ് ആൽമണ്ടും വെർബയും 1963. അതിനുശേഷമാണല്ലോ പൊളിറ്റിക്കൽ കൾച്ചർ ഒരു സബ് ഫീൽഡ് ആയിട്ട് വന്നത്. സോ ഇറ്റ് പയനിയർഡ് ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ ആൻഡ് ഐഡന്റിഫൈഡ് 3 ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ. 3 തരത്തിലുള്ള പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ചിട്ട് സിവിക് കൾച്ചറിൽ ഇവർ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റത്താണ് പരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചർ. ഇതെന്താന്ന് വെച്ചാൽ ആ പൊളിറ്റിക്കൽ കൾച്ചർ where citizens are only distantly aware of the existence of the central government. അവിടുത്തെ ജനങ്ങൾക്ക് അവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ട് വലിയ ധാരണയൊന്നുമില്ല. ഒരു ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ധാരണകളും കാര്യങ്ങളും ഒക്കെ ഗവൺമെന്റിനെ കുറിച്ച് ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കൾച്ചറിനെ പറയുന്ന പേരാണ് പരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചർ. അതായത് ആളുകൾക്ക് അല്ലാണ്ടൊന്നും അറിയില്ല ഗവൺമെന്റിനെ കുറിച്ച്. ദർ ഈസ് നോ പൊളിറ്റിക്കൽ ഓറിയന്റേഷൻ ടുവാർഡ്സ് പൊളിറ്റിക്കൽ ഒബ്ജക്ട്സ്. അവിടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനോട് നമുക്ക് പൊളിറ്റിക്കൽ ഓറിയന്റേഷൻ ഇല്ല. കാരണം നമുക്ക് അതിനെ കുറിച്ച് അങ്ങനെ ഗവൺമെന്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പോലും ആളുകൾക്ക് അറിയില്ല, ആ പരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചറിലുള്ള ആളുകൾക്ക്. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ ഈസ് കോമ്പാറ്റബിൾ വിത്ത് എ ട്രഡീഷണൽ പൊളിറ്റിക്കൽ സ്ട്രക്ചർ. ഒരു ട്രഡീഷണൽ പൊളിറ്റിക്കൽ സ്ട്രക്ചറിലാണ് നമ്മൾ ഈ ഇങ്ങനെ ഒരു പരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചർ കാണാൻ പറ്റുന്നത്. പഴയ കാല പൊളിറ്റിക്കൽ സ്ട്രക്ചറും സിസ്റ്റത്തിലൊക്കെയാണ് പരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചർ കാണുന്നത്. പീപ്പിൾ ഹാവ് നെയ്തർ നോളജ് നോർ ഇൻട്രസ്റ്റ് ഇൻ പൊളിറ്റിക്സ്. അതായത് ജനങ്ങൾക്ക് ഗവൺമെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ പൊളിറ്റിക്സിനെ കുറിച്ച് അറിയൂല്ല, നിങ്ങൾക്ക് അറിയാനായിട്ട് ഇൻട്രസ്റ്റും ഇല്ല, രണ്ടും ഇല്ല. അപ്പൊ അങ്ങനെയുള്ളതാണ് പരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചർ. അപ്പോൾ പരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചർ ആളുകൾക്ക് അതിനെ കുറിച്ച് ഗവൺമെന്റിനെ കുറിച്ച് വല്ലാണ്ട് അറിയില്ല, അവർക്ക് പങ്കെടുക്കുന്നുമില്ല, ഇൻട്രസ്റ്റും ഇല്ല. ഇത് കാണുന്നത് ട്രഡീഷണൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലാണ്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ സബ്ജക്റ്റ് പൊളിറ്റിക്കൽ കൾച്ചർ. Citizens see themselves not as participant in the political process but as a subject of the government. ഈ സബ്ജക്റ്റ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുമ്പോൾ
ആളുകൾക്ക് ഗവൺമെന്റ് ഉണ്ട് എന്നുള്ളത് അറിയാം, പക്ഷെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. മറിച്ച് എന്താണ് അവർ പറയുന്നത്, ഗവൺമെന്റിന്റെ പ്രജകളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഏകാധിപത്യം, അണ്ടർ ഡിക്റ്റേറ്റർഷിപ്പ്, ഏകാധിപത്യങ്ങളുടെ റൂളിന്റെ കീഴിലുള്ള ജനങ്ങൾ എങ്ങനെയായിരിക്കും? അവർ സബ്ജക്റ്റ് ആയിരിക്കും ആളുകളുടെ, അതായത് ഗവൺമെന്റിന്റെ സബ്ജക്റ്റ് ആയിരിക്കും. അവർക്ക് മെയിൻ ആയിട്ട് സിറ്റിസൺസിന് മെയിൻ ആയിട്ട് റോൾ ഉണ്ടാവില്ല. ഇനി ഇപ്പൊ ഗവൺമെന്റിനെ എതിർക്കാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ ഇപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂല. ഇപ്പൊ ഇലക്ഷന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആളുകൾ ചെയ്യൂല. അതാണ് സബ്ജക്ട് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. സിറ്റിസൺസ് ആർ അവെയർ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഗവൺമെന്റ് ഉണ്ട് എന്നുള്ളത് അറിയാം, പക്ഷെ എന്താണ്, ദേ ആർ ഹെവിലി സബ്ജക്ട് ടു ഇറ്റ്സ് ഡിസിഷൻ വിത്ത് ലിറ്റിൽ സ്കോപ്പ് ഓഫ് ഫോർ ഡിസെന്റ്. നമ്മൾ എതിർക്കാതെ എന്താണ് ഗവൺമെന്റ് ഡിസിഷൻസ് അത് നമ്മളിങ്ങനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ സബ്ജക്ട് പൊളിറ്റിക്കൽ കൾച്ചർ, ദർ ഈസ് എൻ ആബ്സെൻസ് ഓഫ് പാർട്ടിസിപ്പേറ്ററി നോംസ്. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വോട്ട് കാര്യങ്ങള്, അതേപോലെ തന്നെ വോട്ട് പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. അപ്പൊ അതിനെയാണ് ഈ സബ്ജക്ട് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ സെൻട്രലൈസ്ഡ് അതോറിറ്റേറിയൻ സ്ട്രക്ചറിൽ നമ്മൾ സബ്ജക്ട് പൊളിറ്റിക്കൽ കൾച്ചർ കാണാൻ പറ്റും. പെരോക്കിയൽ എങ്ങനെയായിരുന്നു? പെരോക്കിയൽ ട്രഡീഷണൽ സ്ട്രക്ചറിലാണ്, പക്ഷെ സബ്ജക്ട് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത് ഒരു അതോറിറ്റേറിയൻ സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി മൂന്നാമത്തതും, അതായത് ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് പാർട്ടിസിപ്പന്റ് പൊളിറ്റിക്കൽ കൾച്ചർ. ഇതിലെന്താണ്, ആ പേരിൽ പറയുന്ന പോലെ തന്നെ സിറ്റിസൺസ് ബിലീവ് ദാറ്റ് ദേ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ സിസ്റ്റം ആൻഡ് ദേ ആർ എഫക്റ്റഡ് ബൈ ഇറ്റ്. ആളുകൾ നന്നായിട്ട് ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആളുകൾക്ക് അറിയാം നമ്മൾ ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം ആ പൊളിറ്റിക്കൽ സിസ്റ്റം നമുക്കുള്ളതാണ്. ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ എന്തൊക്കെ ഡിസിഷൻ എടുത്താലും അതൊക്കെ നമ്മളെ എഫക്ട് ചെയ്യുന്നുള്ള ആളുകൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുള്ള ഒരു പൊളിറ്റിക്കൽ കൾച്ചറാണ് പാർട്ടിസിപ്പന്റ് പൊളിറ്റിക്കൽ കൾച്ചർ. ഇതില് ഹിയർ സിറ്റിസൺസ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ ഗവൺമെന്റ് ഇൻ വേരിയസ് വേസ്. ആളുകൾക്ക്, അതായത് അവിടുത്തെ ജനങ്ങൾക്ക് ഗവൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും, കാരണം അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വോട്ട്, അതേപോലെ തന്നെ സമരങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് എന്താണ്, ഗവൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് പീപ്പിൾ ഹാവ് ഹയർ ലെവൽ ഓറിയന്റേഷൻ ടുവാർഡ്സ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം. പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ അവർക്ക് നന്നായിട്ട് കാര്യങ്ങൾ അറിയാം. ഇത് ഇൻ ദിസ് മോഡൽ പീപ്പിൾ ഹാവ് ഹൈ ലെവൽ ഓഫ് അവയർനെസ്. ആളുകൾക്ക് ഗവൺമെന്റിനെ കുറിച്ച് അറിയാം, അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് ഒരുപാട് എക്സ്പെക്ടേഷൻസ് അവർക്ക് ഉണ്ടാവും. ഞങ്ങൾക്ക് എന്തൊക്കെ ഗവൺമെന്റ് തരണം, ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കണം. ആൻഡ് പാർട്ടിസിപ്പേഷൻ, അതിനെ കുറിച്ചിട്ട് തന്നെ ആളുകൾ സംസാരിക്കുകയും ചെയ്യും, ഗവൺമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ മൂന്ന് ക്ലാസിഫിക്കേഷൻ ആണ് ആൽമണ്ട് വെർബയുടെ. ഫസ്റ്റ് പെരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചർ, രണ്ട് സബ്ജക്ട് പൊളിറ്റിക്കൽ കൾച്ചർ, മൂന്ന് പാർട്ടിസിപ്പന്റ് പൊളിറ്റിക്കൽ കൾച്ചർ. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം, അതായത് നമുക്ക് ഈ മൂന്ന് സാധനം മൂന്നും ഇതുപോലെ നമുക്ക് എല്ലാ സിസ്റ്റത്തിലും കാണാൻ പറ്റിക്കണമെന്നില്ല. ഇപ്പൊ ഓരോ സിസ്റ്റം എടുക്കുമ്പോഴും നമ്മളിപ്പോ ഈ പെരോക്കിലായിട്ടോ അല്ലെങ്കിൽ സബ്ജക്റ്റ് ആയിട്ടോ പാർട്ടിസിപ്പന്റ് ആയിട്ടോ ഒന്നും കറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ രണ്ടിന്റെയും ഫീച്ചേഴ്സ് ഉള്ളതൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ വീണ്ടും അതിനെ റീക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു 3 സബ് ടൈപ്സ് ഉണ്ടാക്കിയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനാണ് ഫസ്റ്റ് പെരോക്കിയൽ ആൻഡ് സബ്ജക്റ്റ്. ഈ പെരോക്കിയൽ ആൻഡ് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ പറയുന്ന പോലെ തന്നെ രണ്ടിന്റെ ഫീച്ചേഴ്സും ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഈ ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ റെപ്രസെന്റ്സ് എ ഷിഫ്റ്റ് ഫ്രം പെരോക്കിയൽ ഓറിയന്റേഷൻ ടു സബ്ജക്ട് ഓറിയന്റേഷൻ. പെരോക്കിയൽ നിന്ന് സബ്ജക്റ്റിലേക്കുള്ള ഒരു ഷിഫ്റ്റിനെയാണ് ഈ ഫസ്റ്റത്തെ പെരോക്കിയൽ ആൻഡ് സബ്ജക്ട് എന്ന് പറഞ്ഞ സബ് ടൈപ്പ് ആണ് അതിൽ പറയുന്നത്. ഇതിൽ പറയുന്നത് ഹിയർ ദ പെരോക്കിയൽ ഫീച്ചേഴ്സ് ഗ്രാജുവലി ഗെറ്റ് വിതേർഡ്. പെരോക്കിയൽ ഫീച്ചേഴ്സ് ഉണ്ടാവും. പെരോക്കിയൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആളുകൾക്ക് ഗവൺമെന്റിനെ കുറിച്ച് അറിയില്ല, അത് വീക്ക് ആയിക്കൊണ്ടിരിക്കും, അതില്ലാതാവും. മറിച്ച് ഒരു സബ്ജക്ട് പൊളിറ്റിക്കൽ കൾച്ചർ ഉണ്ടായി വരും. അത് പറയുന്നത് ദേ ഡെവലപ്പ് എ ഗ്രേറ്റർ അവയർനെസ് ഓഫ് ദ സെൻട്രൽ അതോറിറ്റി. അവർക്ക് ഗവൺമെന്റ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ അവയർനെസ് ഉണ്ടാക്കി ഇങ്ങനെ വരും, അത് ഡെവലപ്പായി വരും. അതിനെയാണ് പെരോക്കിയൽ ആൻഡ് സബ്ജക്ട് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സബ് ടൈപ്പ് സബ്ജക്ട് ആൻഡ് പാർട്ടിസിപ്പന്റ്. ഇത് പറയുമ്പോൾ ഷിഫ്റ്റ് ഫ്രം സബ്ജക്ട് കൾച്ചർ ടു പാർട്ടിസിപ്പന്റ്. സബ്ജക്ട് കൾച്ചർ എന്തായിരുന്നു, ആളുകൾക്ക് അറിയാം പക്ഷെ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂല. അപ്പൊ ഇതിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പൊ സബ്ജക്റ്റിൽ നിന്നും പാർട്ടിസിപ്പന്റിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ആണ് ഈ സബ്ജക്ട് ആൻഡ് പാർട്ടിസിപ്പന്റ് എന്ന് പറഞ്ഞിട്ടുള്ള സബ് ടൈപ്പ് എന്ന് പറയുന്നത്. So people generally on the one hand develop an activist tendency and participate in the process. ഇവിടെ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ പാർട്ടിസിപ്പന്റ് ടെൻഡൻസി വളർത്തിയെടുക്കും, മാത്രമല്ല ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ വേറൊരു വിഭാഗം ആളുകൾ എന്താണ്, ദർ ആർ ഇൻഡിവിജ്വൽ ഹു പോസസ് പാസീവ് ഓറിയന്റേഷൻ.
ആളുകൾ പക്ഷെ അവിടെ പങ്കെടുക്കൂല, നേരെ മറിച്ച് ആ ഡിസിഷൻ മേക്കിങ്ങിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അവർ എടുക്കാൻ തുടങ്ങും. ഇതിനെയാണ് രണ്ടാമത്തെ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, വേറൊരു വിഭാഗം ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഇത് സബ്ജക്റ്റ് ആൻഡ് പാർട്ടിസിപ്പന്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ മൂന്നാമത്തത് പാരോക്കിയൽ ആൻഡ് പാർട്ടിസിപ്പന്റ്. ഇതിൽ എന്ന് പറയുമ്പോൾ സച്ച് ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ ദർ എമർജസ് എ പ്രോബ്ലം ഓഫ് ഹാർമണി ബിറ്റ്വീൻ പൊളിറ്റിക്കൽ കൾച്ചർ ആൻഡ് പൊളിറ്റിക്കൽ നോംസ്. നമ്മുടെ പൊളിറ്റിക്കൽ കൾച്ചറും പൊളിറ്റിക്കൽ നോംസും തമ്മിലുള്ള ആ ഒരു ഇതിന് ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ആ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് ഒരു പ്രോബ്ലം അറൈസ് ചെയ്യുന്നതാണ് പാരോക്കിയൽ ആൻഡ് പാർട്ടിസിപ്പന്റ്. ഇത് സബ് ടൈപ്പ് ആണ്. ഇനി പറയുന്നത് ഫൈനറിന്റെ ക്ലാസിഫിക്കേഷൻ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ആൽമണ്ട് ആൻഡ് ബെർബയുടെ ക്ലാസിഫിക്കേഷൻ, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഫൈനറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. സാമുവൽ ഇ ഫൈനർ എന്ന് പറഞ്ഞിട്ടുള്ള സ്കോളർ ദ മാൻ ഓൺ ദ ഹോഴ്സ് ബാക്ക്, ഇത് അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ഈ പുസ്തകത്തിലാണ് ഇതിൽ പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ചിട്ട് പറയുന്നത്. അദ്ദേഹം 4 ലെവൽസ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. മറ്റേത് 3ആയിരുന്നു, ഇത് 4ആണ്, മാറിപ്പോയത്. ഫസ്റ്റത്തത് മെച്യൂർ പൊളിറ്റിക്കൽ കൾച്ചർ. ഇവിടെ ദർ ഈസ് വൈഡ് സ്പ്രെഡ് പബ്ലിക് അപ്രൂവൽ ഓഫ് ദ പ്രൊസീജിയർ ഫോർ ട്രാൻസ്ഫർ ഓഫ് പവർ. നമ്മൾ ആളുകൾ ആ ട്രാൻസ്ഫർ ഓഫ് പവർ, ഗവൺമെന്റിന്റെ സിസ്റ്റത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഭയങ്കര വൈഡ് സ്പ്രെഡ് ആയിട്ട് ആളുകൾ നന്നായിട്ട് അതിനെ അപ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. അപ്രൂവ് ചെയ്യുന്നതാണ് മെച്യൂർ പൊളിറ്റിക്കൽ കൾച്ചർ. പീപ്പിൾ ആർ അറ്റാച്ച്ഡ് ടു ദ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആളുകളൊക്കെ ആ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള എന്ത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ആളുകളൊക്കെ അതിനോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആൻഡ് ദർ ഈസ് എ വെൽ മൊബിലൈസ്ഡ് പബ്ലിക് ഒപ്പീനിയൻ. അവിടെ നല്ലൊരു പബ്ലിക് ഒപ്പീനിയനും കൂടെ എപ്പോഴും ഉണ്ടായി വരും. എപ്പോഴും പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ വെൽ മൊബിലൈസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആളുകൾ നന്നായിട്ട് പബ്ലിക് ഒപ്പീനിയൻ പറയുന്നുണ്ടാവും. അതാണ് മെച്യൂർ പൊളിറ്റിക്കൽ കൾച്ചറിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ ഡെവലപ്ഡ് പൊളിറ്റിക്കൽ കൾച്ചർ. ഡെവലപ്ഡ് പൊളിറ്റിക്കൽ കൾച്ചറിൽ ദി സിവിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഹൈലി ഡെവലപ്ഡ്. സിവിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഫോർമൽ അല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പൊ ഈ ട്രേഡ് യൂണിയൻ ഒക്കെ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സിവിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഹൈലി ഡെവലപ്പ് ആയിട്ടായിരിക്കും ഡെവലപ്ഡ് പൊളിറ്റിക്കൽ കൾച്ചറിൽ ഉണ്ടാവുക. എന്താ പബ്ലിക് ഈസ് വെൽ ഓർഗനൈസ്ഡ് ഇൻ ടു പവർഫുൾ ഗ്രൂപ്പ്സ്. പബ്ലിക്കും അതുപോലെ തന്നെ വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ സിവിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നന്നായിട്ടുണ്ട്, അപ്പൊ പബ്ലിക് ആളുകൾക്ക് നന്നായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആൻഡ് സംടൈംസ് ദർ അറൈസസ് എ ഡിസ്പ്യൂട്ട് ഓൺ ദ ക്വസ്റ്റ്യൻ ഓഫ് ഹൂ ആൻഡ് വാട്ട് ഷുഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സവറിൻ അതോറിറ്റി. പക്ഷെ ചിലപ്പോൾ അവിടെ ഇങ്ങനെ ഇതിനെ കുറിച്ചിട്ട് ഇപ്പൊ എങ്ങനെയായിരിക്കണം ഗവൺമെന്റ്, ആരായിരിക്കണം ഗവൺമെന്റ്, എന്തായിരിക്കണം ഗവൺമെന്റിൽ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്പ്യൂട്ട്സ്, വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് ഹൗ പവർ ഷുഡ് ബി ട്രാൻസ്ഫേർഡ്, അതേപോലെ തന്നെ എങ്ങനെയായിരിക്കണം പവർ ട്രാൻസ്ഫർ ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടും ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവും ഡെവലപ്ഡ് പൊളിറ്റിക്കൽ കൾച്ചറിൽ. ഇത് പക്ഷെ സിവിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അത് ഭയങ്കര ഹൈലി ഡെവലപ്ഡ് ആയിരിക്കും. പക്ഷെ ഡിസ്പ്യൂട്ട്സും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മെച്യൂർ പൊളിറ്റിക്കൽ കൾച്ചറിൽ എന്താണ് ഭയങ്കര മൊബിലൈസ്ഡ് പബ്ലിക് ഒപ്പീനിയൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ലോ പൊളിറ്റിക്കൽ കൾച്ചർ. ഇതിൽ ലോ പൊളിറ്റിക്കൽ കൾച്ചറിൽ പൊളിറ്റിക്കൽ സിസ്റ്റം ഈസ് വീക്ക്. പൊളിറ്റിക്കൽ സിസ്റ്റം ഭയങ്കര വീക്കാണ്. ആൻഡ് നാരോലി ഓർഗനൈസ്ഡ്, ഭയങ്കര വീക്കായിട്ട് തന്നെയാണ് ഓർഗനൈസ് ആയിക്കൊണ്ടിരിക്കുന്നതും. ആൻഡ് ദർ ഈസ് എ ലാക്ക് ഓഫ് കൺസെൻസസ് ഓൺ ദ നാച്ചർ ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ദ പ്രൊസീജിയേഴ്സ്. അതായത് പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയായിരിക്കണം, പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ നാച്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും വലിയ ധാരണയോ സമവായോ ഒന്നും ആളുകളുടെ ഇടയിൽ ഉണ്ടാവില്ല. അതാണ് ലോ പൊളിറ്റിക്കൽ കൾച്ചർ. ദ പബ്ലിക് അറ്റാച്ച്മെന്റ് പൊളിറ്റിക്കൽ സിസ്റ്റം ഈസ് ഫ്രാഗൈൽ. പൊളിറ്റിക്കൽ സിസ്റ്റത്തോട് ആളുകളുടെ അറ്റാച്ച്മെന്റ് ഒക്കെ ഭയങ്കര വീക്ക് ആയിരിക്കും. അതാണ് ലോ പൊളിറ്റിക്കൽ കൾച്ചർ. മൊത്തത്തിൽ ഒരു വീക്ക് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സിസ്റ്റമാണ് ലോ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് ഫൈനർ ഉദ്ദേശിച്ചത്. ഇനി നാലാമത്തത് മിനിമൽ പൊളിറ്റിക്കൽ കൾച്ചർ. ഇവിടെ പബ്ലിക് ഒപ്പീനിയൻ ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദ പൊളിറ്റിക്കൽ സിസ്റ്റം. പബ്ലിക് ഒപ്പീനിയനേ ഇല്ല, അതായത് പാർട്ടിസിപ്പൻസ് ഒക്കെ ഭയങ്കര ലോ ആണ്. ആൻഡ് ദ ഗവൺമെന്റ് ക്യാൻ ഈസിലി ഇഗ്നോർ പബ്ലിക് ഒപ്പീനിയൻ. ഇനി പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് ഗവൺമെന്റിന് അത് ഇഗ്നോർ ചെയ്യാൻ കഴിയും. അതെങ്ങനെ ഇഗ്നോർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ദ പൊളിറ്റിക്കൽ കൾച്ചർ ആർ ഡിസൈഡഡ് ബൈ ഫോഴ്സ് ഓർ ത്രെറ്റ് ഓഫ് ഫോഴ്സ്. ഇപ്പൊ മിലിറ്ററി, പോലീസ്, ഇതൊക്കെയാണ് ഇതിന്റെ ഒക്കെ ഇൻഫ്ലുവൻസിലാണ് പൊളിറ്റിക്കൽ കൾച്ചർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പബ്ലിക് ഒപ്പീനിയന് ഉണ്ടെങ്കിൽ തന്നെ അവർ അടിച്ചമർത്തും. സോ പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവില്ല. അതാണ് ഫൈനറിൽ. അപ്പൊ ഫൈനർ 4 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: മെച്യൂർ പൊളിറ്റിക്കൽ, ലോ പൊളിറ്റിക്കൽ കൾച്ചർ, മിനിമൽ പൊളിറ്റിക്കൽ കൾച്ചർ. ഇനി നെക്സ്റ്റ് പൊളിറ്റിക്കൽ കൾച്ചർ ഇൻ കമ്പാരിറ്റീവ് പെർസ്പെക്റ്റീവ്.
ഇതിൽ ആൽമണ്ട് പൊളിറ്റിക്കൽ സിസ്റ്റത്തെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിന് കുറച്ച് കണ്ടീഷൻസിന്റെ ബേസിലാണ് ഈ 4ആയിട്ട് ആൽമണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ കുറച്ച് കണ്ടീഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. പൊളിറ്റിക്കൽ സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് ആക്ഷൻ. എങ്ങനെയാണ് പൊളിറ്റിക്കൽ സിസ്റ്റം ആക്ട് ചെയ്യുന്നത്, ആളുകൾ എങ്ങനെയാണ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ ദ യൂണിറ്റ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം ഈസ് ദ റോള്. ആളുകളുടെ റോൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ്. ഡിസ്റ്റിങ്ഷൻ പ്രോപ്പർട്ടി ഓഫ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം ഈസ് ദ ലെജിറ്റിമേറ്റ് മോണോപ്പൊളി ഓഫ് ഫിസിക്കൽ പൊസിഷൻ. ഇതെന്താ വെച്ചാല് ലെജിറ്റിമേറ്റ് മോണോപ്പൊളി ഓഫ് ഫിസിക്കൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം അതില് എങ്ങനെയാണ് അവരുടെ ഫോഴ്സും കാര്യങ്ങളും ഒക്കെ അവിടുത്തെ ആളുകളുടെ മേലെ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. ഇപ്പൊ ലെജിറ്റിമേറ്റ് മോണോപ്പൊളി എന്ന് പറയുമ്പോൾ അവർക്ക് അത് അവർക്ക് ഗവൺമെന്റിന്റെ ഫോഴ്സ്, പോലീസ് ഫോഴ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിനെ അറിയുന്നുണ്ട്. അപ്പൊ അതാണ് ഇത് പറയുന്നത്. ആൻഡ് ദ ഓറിയന്റേഷൻ ടു പൊളിറ്റിക്കൽ ആക്ഷൻ. പൊളിറ്റിക്കൽ ആക്ഷന് എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നടക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങള് അടിസ്ഥാനപ്പെടുത്തിയിട്ട് 4ആയിട്ട് ആൽമണ്ട് പൊളിറ്റിക്കൽ സിസ്റ്റം, മറ്റേത് പൊളിറ്റിക്കൽ കൾച്ചർ ആണ് മാറിപ്പോയത്, ഇത് പൊളിറ്റിക്കൽ സിസ്റ്റം ആണ്, പൊളിറ്റിക്കൽ സിസ്റ്റത്തെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതില് ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ ആംഗ്ലോ അമേരിക്കൻ പൊളിറ്റിക്കൽ സിസ്റ്റം. ഇതിനെ മെച്യൂർഡ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് അറിയപ്പെടുന്നു. ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ് ദ പൊളിറ്റിക്കൽ കോൺസെൻസസ് ആൻഡ് ഹയർ ഡിഗ്രി ഓഫ് ഓർഗനൈസേഷൻ. ഇവിടെ എന്താണ്, ഇവിടെ പൊളിറ്റിക്കൽ കോൺസെൻസസ് ഉണ്ട്, ആളുകൾക്ക് തമ്മിൽ ഭയങ്കര ഐക്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഹയർ ഡിഗ്രി ഓഫ് ഓർഗനൈസേഷൻ, ഭയങ്കര വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഈ ആംഗ്ലോ അമേരിക്കൻ പൊളിറ്റിക്കൽ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഇറ്റ് ഈസ് എ ഹോമോജനസ് കൾച്ചർ. എല്ലാവരുടെ കൾച്ചറും ഏകദേശം ഒരേപോലെയാണ്. ഇൻ ദ സെൻസ് ദർ ഈസ് എ ഷെയറിംഗ് ഓഫ് പൊളിറ്റിക്കൽ എൻഡ്സ്. അതായത് അവരുടെ പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങൾ, രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ ഏകദേശം ഒന്നായിരിക്കും. നിങ്ങൾ നോക്കുമ്പോൾ അവിടെ എന്താണ്, ഹോമോജനസ് കൾച്ചർ ഉണ്ടാവും. അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്തായിരിക്കും നോക്കട്ടെ. ദ വാല്യൂസ് ഓഫ് ഫ്രീഡം, മാസ് വെൽഫെയർ, സെക്യൂരിറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരേപോലത്തെ ലക്ഷ്യങ്ങളായിരിക്കും ആംഗ്ലോ അമേരിക്കൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഉണ്ടാവുക. ആൻഡ് എ സെക്യുലറൈസ്ഡ് പൊളിറ്റിക്കൽ സിസ്റ്റം, അവിടെ സെക്യുലറിസം ഉണ്ടാവും. ഇൻവോൾവ്സ് ഇൻഡിവിജ്വേഷൻ ഓഫ് എൻ ആൻഡ് മെഷർ ഓഫ് ഓട്ടോണമി അമംഗ് ദ വേരിയസ് റോൾസ്. ഇൻഡിവിജ്വാലിറ്റിക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് വ്യക്തികൾക്ക് പ്രാധാന്യം, ഓട്ടോണമി ഒക്കെ കൊടുക്കുന്ന ഒരു കൾച്ചറാണ് ആംഗ്ലോ അമേരിക്കൻ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. ഇവിടുത്തെ ബേസിക് പ്രിൻസിപ്പിള് ലിബർട്ടി, ഇക്വാലിറ്റി, ഡെമോക്രസി, സിവിക് ഡ്യൂട്ടി, ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി, ട്രേഡ് യൂണിയനിസം. ഇത്രയും ബേസിക് പ്രിൻസിപ്പിൾസും ആംഗ്ലോ അമേരിക്കൻ പൊളിറ്റിക്കൽ കൾച്ചറിൽ ഉണ്ടാവും. പിന്നെ ഇതൊരു പ്ലൂറൽ സൊസൈറ്റി ആണ്. The society is heterogeneous and therefore different parties and interest groups operate to influence the decision making process in responses to their respective interests. ഒരു പ്ലൂറൽ സൊസൈറ്റി ആണ്. സൊസൈറ്റി എന്ന് പറയുന്നത് ഹെട്രോജനസ് ആണ്. അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് പാർട്ടീസും ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഗ്രൂപ്പും ഉണ്ടാവും. അവരെന്താ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവുമല്ലോ. സോ ഇൻഫ്ലുവൻസ് ഡിസിഷൻ, ഈ പാർട്ടീസും ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സും ഒക്കെ അവരുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. മാത്രമല്ല അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചായിരിക്കണം ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എന്ന് പറയും. അതാണ് പ്ലൂറൽ സൊസൈറ്റി. ഹെട്രോജനസ് ഗ്രൂപ്പ് ആയിരിക്കും, കുറെ ആളുകൾ ഉണ്ടാവും, അവരൊക്കെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഓരോ പാർട്ടീസും ഡിഫറെന്റ് പാർട്ടീസും ഇൻട്രസ്റ്റ് ഗ്രൂപ്പും ഒക്കെ ഉണ്ടാവും. പിന്നെ ചെക്സ് ആൻഡ് ബാലൻസസ്. There is a diffusion of power and influence where legal institutions are checked by channels of mass communication. അത് പറയുന്നത് എന്താണ്, ഡിഫ്യൂഷൻ ഓഫ് പവർ, പവർ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും പവർ ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡിസിഷൻസ് ഒക്കെ മാസ് കമ്മ്യൂണിക്കേഷൻ, മാസ് എഡ്യൂക്കേഷനിലൂടെ ഒക്കെ ചെക്ക് ചെയ്യും. ചെക്സ് ആൻഡ് ബാലൻസ് ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്യും. അതേപോലെ തന്നെ അവരുടെ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്. സോ ദ പ്രോസ്പെക്ട് ഓഫ് അതോറിറ്റേറിയൻ റൂൾ ഇസ് മിറ്റിഗേറ്റഡ്, ഈവൻ എലിമിനേറ്റഡ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു അതോറിറ്റേറിയൻ റൂൾ എന്ന് പറയുന്ന സാധനത്തിന് വലിയ പ്രാധാന്യമില്ല. കാരണം എന്താ, ആളുകൾ അതിനെ എതിർക്കും. ചെക്സ് ആൻഡ് ബാലൻസ് ഉണ്ട്, ഡിസിഷൻസ് എതിർക്കും. ആളുകൾക്ക് അവിടെ റോൾ ഉണ്ട്, ഇവരുടെ ചെയ്യുന്ന ഡിസിഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ. സോ ഇവിടെ അതോറിറ്റേറിയൻ പ്രോസ്പെക്ട് ഒന്നും ഉണ്ടാവില്ല. പിന്നെ പറയുന്നത് സെപ്പറേഷൻ ഓഫ് പവർ ആൻഡ് സ്റ്റെബിലിറ്റി, ഡിഫറൻഷിയേറ്റഡ് റോൾസ്. ഓരോ റോളും സെപ്പറേറ്റ് ചെയ്തിട്ട്, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ജുഡീഷ്യറിക്ക് ഓരോ റോള്, എക്സിക്യൂട്ടീവിന് റോള്, ലെജിസ്ലേച്ചറിന് റോള്, അങ്ങനെയുള്ള സെപ്പറേഷൻ ഓഫ് പവറും ഉണ്ടായിരിക്കും. പിന്നെ പൊളിറ്റിക്കൽ ഐഡിയോളജീസ്, മെയിൻ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജീസ് മൾട്ടി കൾച്ചറലിസം, ലിബർട്ടേറിയനിസം, വെൽഫെയർ സ്റ്റേറ്റ്, യൂട്ടിലിറ്റേറിയനിസം, ഇൻഡിവിജ്വലിസം, ഈഗാലിറ്റേറിയനിസം. അപ്പൊ ഇത്രയും പൊളിറ്റിക്കൽ ഐഡിയോളജീസും ആംഗ്ലോ അമേരിക്കൻ പൊളിറ്റിക്കൽ കൾച്ചറിൽ ഉണ്ടാവും. പിന്നെ സിവിൽ സുപ്രമസി, ആളുകൾ തന്നെയായിരിക്കും അവിടെ മെയിൻ ആയിട്ടുള്ള ആള്.
സുപ്രമസി ഉണ്ടാവും ആളുകളുടെ. പിന്നെ പൊളിറ്റിക്കൽ ഫോക്ലോർ, അതായത് യൂസ് ഓഫ് സിമ്പിൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആംഗ്ലോ അമേരിക്കൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. 4 സിസ്റ്റത്തിൽ ഒരു സിസ്റ്റമാണ് ആംഗ്ലോ അമേരിക്കൻ പൊളിറ്റിക്കൽ സിസ്റ്റം. ഇനി രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് കോണ്ടിനെന്റൽ യൂറോപ്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം. These are the western countries of Europe like Italy, France, Norway. അപ്പൊ ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ വരുന്നത് ഇറ്റലി, ഫ്രാൻസ്, നോർവേ പോലെയുള്ള യൂറോപ്യൻ കൺട്രീസ് ആണ് വരുന്നത്. ആൻഡ് ദേ കൺസിഡേർഡ് ആസ് ഡെവലപ്ഡ് പൊളിറ്റിക്കൽ കൾച്ചർ. നമ്മൾ ഫൈനറിന്റെ ഡെഫിനിഷൻസിൽ, ക്ലാസിഫിക്കേഷനിൽ മെച്യൂർഡും ഡെവലപ്ഡും ഒക്കെ പൊളിറ്റിക്കൽ കൾച്ചറിൽ പഠിച്ചല്ലോ. അതിൽ ഡെവലപ്ഡ് പൊളിറ്റിക്കൽ കൾച്ചർ ആണ് കോണ്ടിനെന്റൽ യൂറോപ്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഉള്ളത്. അതിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ നോക്കാം. ഫ്രാഗ്മെന്റഡ് പൊളിറ്റിക്കൽ കൾച്ചർ. The political culture is fragmented where different sections of society establish different patterns of cultural development. അതായത് പൊളിറ്റിക്കൽ കൾച്ചർ ഭയങ്കര ഫ്രാഗ്മെന്റഡ് ആണ്. ഓരോ സെക്ഷൻസും ഡിഫറെന്റ് പാറ്റേൺ ഓഫ് കൾച്ചർ ആണ് ഉള്ളത് ഓരോരുത്തർക്കും. അതായത് ഹോമോജനസ് കൾച്ചർ അല്ല, ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചർ ഉണ്ടാവും. അവർക്കായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള അതായത് ഡിഫറെന്റ് സെക്ഷൻ ഉണ്ടാവും. ആ ഡിഫറെന്റ് സെക്ഷന് ഡിഫറെന്റ് കൾച്ചറൽ പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുക. സോ പൊളിറ്റിക്കൽ കൾച്ചർ ഇൻകോർപ്പറേറ്റ് ഡിസ്റ്റിങ്റ്റീവ് സബ് കൾച്ചേഴ്സ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് സബ് കൾച്ചേഴ്സും ഉണ്ടായിരിക്കും. നോ പൊളിറ്റിക്കൽ ബാർഗെയിനിങ്. പൊളിറ്റിക്കൽ ബാർഗെയിനിങ് ഒന്നും ഇവിടെ നടക്കൂല. ആൻഡ് എക്സ്പെക്ടഡ് ക്രൈറ്റീരിയ. ഇവിടെ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടിങ് ഡെമോക്രസി. അതായത് ഡെമോക്രസിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റെബിലിറ്റി ഉണ്ടാവും. റൂൾ ഓഫ് ലോ ഉണ്ടാവും, ബ്രിട്ടന്റെ മെയിൻ ആയിട്ടുള്ള ലോ. ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റീസ്. അപ്പൊ ഇത്രയും ക്രൈറ്റീരിയ ഈ കോണ്ടിനെന്റൽ യൂറോപ്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദെയർ ഫോം ഓഫ് ഗവൺമെന്റ് എന്താണ് നോക്കാം. ബോത്ത് മൊണാർക്കിസം ഉണ്ടാവും, റിപ്പബ്ലിക്കനിസം ഉണ്ടാവും, പ്രസിഡൻഷ്യൽ, സെമി പ്രസിഡൻഷ്യൽ, പാർലമെന്ററി റിപ്പബ്ലിക്, പാർലമെന്റ്, ഇതൊക്കെ നമുക്ക് ഉണ്ടാവും. സോ ഇത്രയും കാര്യങ്ങൾ ഉള്ളതാണ് ഈ ഫോം ഓഫ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോ ഈ നമ്മൾ നോക്കാം, ഈ യൂറോപ്പിൽ തന്നെ ചില കൺട്രീസിൽ മൊണാർക്കിസം ഉണ്ടാവും, ചില കൺട്രീസിൽ റിപ്പബ്ലിക്കനിസം ഉണ്ടാവും. പറഞ്ഞല്ലോ, ഡിഫറെന്റ് സെക്ഷനിൽ ഡിഫറെന്റ് പൊളിറ്റിക്കൽ കൾച്ചർ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഫോർമേഷൻ ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. അവര് ഇന്റർനാഷണൽ ഓർഗനൈസേഷനും ഫോം ചെയ്യും. ഫോർ എക്സാമ്പിൾ ദ യൂറോപ്യൻ യൂണിയൻ പോലെയുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷനും അവർക്ക് ഉണ്ടായിരിക്കാം. മൂന്നാമത്തത് ഡെവലപ്പിംഗ് കൺട്രീസ് പൊളിറ്റിക്കൽ സിസ്റ്റം. അതിൽ പറയുന്ന പോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിന് പൊളിറ്റിക്കൽ സിസ്റ്റം മാസ്റ്റർ ആൻഡ് സബ്ജക്ട്സ്. ഇതിനെ മാസ്റ്റർ ആൻഡ് സബ്ജക്ട്സ് എന്നും പറയുന്നു പൊളിറ്റിക്കൽ കൾച്ചർ. ദ പൊളിറ്റിക്കൽ കൾച്ചർ ഓഫ് മാസ്റ്റർ ഈസ് സൂപ്പർ ഇമ്പോസ്ഡ് ഓവർ ദ പൊളിറ്റിക്കൽ കൾച്ചർ ഓഫ് ദ സബ്ജക്ട്. അതായത് അവിടുത്തെ മാസ്റ്റർ ആയിട്ടുള്ള ആളുകളുടെ പൊളിറ്റിക്കൽ കൾച്ചർ അവിടുത്തെ സബ്ജക്റ്റിന്റെ പൊളിറ്റിക്കൽ കൾച്ചറിലേക്ക് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അതായത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആളുകളുടെ പൊളിറ്റിക്കൽ കൾച്ചർ താഴ്ന്നു നിൽക്കുന്ന ആൾക്കാരുടെ പൊളിറ്റിക്കൽ കൾച്ചറിനോട് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ന്യൂ സോഴ്സ് ഓഫ് ലെജിറ്റമസി ബൈ ദ റൂൾ ഓവർ ടൈം. ഓരോ ടൈം അനുസരിച്ച് നമ്മൾ ലെജിറ്റമസിയുടേതും മാറിക്കൊണ്ടേയിരിക്കും. ആൻഡ് സിംഗിൾ സ്ട്രക്ചർ മൾട്ടിവേരിയേറ്റ് പൊളിറ്റിക്കൽ കൾച്ചർ. മൾട്ടിവേരിയേറ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കൾച്ചർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. കോമണാലിറ്റി ഓഫ് ഹിസ്റ്ററി. എല്ലാവർക്കും ഓരോ ഹിസ്റ്ററി ഉണ്ടാവും. ഇപ്പൊ ഡെവലപ്പിംഗ് കൺട്രീസ് ആണല്ലോ, അവരുടെ കോമണാലിറ്റി ഓഫ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ കൊളോണിയലിസം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കോമൺ ഹിസ്റ്ററി എല്ലാവർക്കും പറയാനുണ്ടാവും. പിന്നെ പ്രൈമസി ടു ദ സബ്ജക്ട് ത്രൂ പ്രൊവൈഡിങ് വോട്ടിംഗ് റൈറ്റ്സ് കൊടുക്കുന്നതിലൂടെ, അതേപോലെ തന്നെ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഗവേണൻസ്. ഇതുകൊണ്ട് തന്നെ ഒരു പ്രൈമസി, ആളുകൾക്ക് ഒരു പ്രൈമസി കിട്ടും. ആൻഡ് അഗ്രോ ഇൻഡസ്ട്രിയൽ ഫ്യൂസ്ഡ് സൊസൈറ്റി. ഇത് പറയുമ്പോൾ രണ്ടും കൂടെ കൂടിയതാണ്. അഗ്രികൾച്ചർ സൊസൈറ്റി ആണ്, ഇൻഡസ്ട്രിയലും ആണ്. രണ്ടും കൂടി ഡെവലപ്പിംഗ് ആണല്ലോ. അപ്പൊ രണ്ടും വെൽ ഇൻഡസ്ട്രിയലൈസ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂല, അഗ്രികൾച്ചർ ആണെന്ന് പറയാൻ പറ്റില്ല. രണ്ടിന്റെയും കൂടി ഫീച്ചേഴ്സ് ഉള്ള ഒരു സൊസൈറ്റി ആയിരിക്കും ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഉണ്ടായിരിക്കുക. ഈ നാലാമത്തേത് ടോട്ടാലിറ്റേറിയൻ പൊളിറ്റിക്കൽ സിസ്റ്റം. ഇത് പറയുമ്പോൾ സോവിയറ്റ് യൂണിയന്, ചൈനയിലൊക്കെ, റഷ്യന് പഴയത് കേട്ടോ, സോവിയറ്റ് യൂണിയനിലും ചൈനയിലും ഒക്കെയാണ് ഒരു ടോട്ടാലിറ്റേറിയൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ ലെജിറ്റമസി ഓഫ് സെന്റർ, അതായത് സെന്ററിനായിരിക്കും ഏറ്റവും കൂടുതൽ പവർ ഉണ്ടായിരിക്കുക. ദ ക്വാളിറ്റി ഓഫ് അക്സെപ്റ്റൻസ് ഓഫ് ദ ലെജിറ്റമസി ഈസ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ്. ആളുകൾ ചിലപ്പോൾ പവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതെന്തായിരിക്കും, അത് അവർ ഉണ്ടാക്കിയെടുത്തതായിരിക്കും. സെന്ററിന് ഭയങ്കര പവർ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു അതോറിറ്റേറിയൻ സംഭവമായിരിക്കും അവിടെ ഉണ്ടാവുക.
ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് പവർ. നേരത്തെ പറഞ്ഞല്ലോ സെൻട്രലാണ് ഫുൾ പവറും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. സോവിയറ്റ് യൂണിയനിലൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ. ചൈനയിലൊക്കെ വൺ പാർട്ടി സിസ്റ്റം ആണ്, അതായത് ഒരു പാർട്ടിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുള്ളൂ. അത്രയും കോൺസെൻട്രേറ്റഡ് ആണ് സെൻട്രലിൽ. ഹെയറാർക്കി ഓഫ് ബ്യൂറോക്രസി, പോലീസ് ആൻഡ് ആർമി. പോലീസിന്റെയും ബ്യൂറോക്രസിന്റെയും ആർമിയുടെ ഒക്കെ ഹെയറാർക്കിക്കൽ സിസ്റ്റം അവിടെ ഉണ്ടാവും. കോയിഷൻ ആസ് ദ ഹാൾമാർക്ക് ഓഫ് ദ എക്സൈസ് ഓഫ് അതോറിറ്റി. പറഞ്ഞല്ലോ സെൻട്രലൈസ്ഡ് ഗവൺമെന്റ് ആയിരിക്കും. അപ്പൊ അക്സെപ്റ്റ് ചെയ്യാത്തവരെ ഫോഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇവരെന്താകും അവരുടെ പവറും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുക. അപ്പൊ ഭയങ്കര ഫോഴ്സും കാര്യങ്ങളും അവിടെ ഉപയോഗിക്കുന്നുണ്ടാവും. സിംഗിൾ പാറ്റേൺ ഓഫ് കൾച്ചറൽ ഡെവലപ്മെന്റ് ഒക്കെ സിംഗിൾ പാറ്റേണിലായിരിക്കും. ആൻഡ് യൂണിറ്ററി സിസ്റ്റം. സെൻട്രലിൽ മെയിൻ ആയിട്ട് പവർ ഉണ്ടെങ്കിൽ അത് യൂണിറ്ററി സിസ്റ്റം ആയിരിക്കും. ലെസ്സർ പീപ്പിൾ പാർട്ടിസിപ്പേഷൻ. അവിടെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ കുറവായിരിക്കും. കാരണം എന്താണ്, സെൻട്രലിലാണ് ഫുൾ പവർ ഉണ്ടാവുക. ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് പവർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ച് ആളുകൾ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ടോട്ടാലിറ്റേറിയൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ സംഭവിക്കുക. ഇത് സോവിയറ്റ് യൂണിയന്, ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ടോട്ടാലിറ്റേറിയൻ പൊളിറ്റിക്കൽ സിസ്റ്റം. ഇനി ഇതിന്റെ പൊളിറ്റിക്കൽ കൾച്ചറിന്റെ ക്രിറ്റിസിസം ആണ് നമ്മൾ നോക്കുന്നത്. It cannot be described as a very precise variable for presenting a morphological study of the modern political system. ഈ പൊളിറ്റിക്കൽ കൾച്ചർ നമ്മൾ കുറെ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു, എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ കൾച്ചറിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇത് നമുക്ക് ഭയങ്കര പ്രിസൈസ് ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ഒരു മോഡേൺ പൊളിറ്റിക്കൽ സിസ്റ്റം ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ പൊളിറ്റിക്കൽ കൾച്ചർ ഉപയോഗിച്ച് ഭയങ്കര പ്രിസൈസ് ആയിട്ടൊന്നും നമുക്ക് അതിനെ പറയാൻ കഴിയില്ല. Lucian Pike criticizes this approach by stating that in no society there is a fundamental distinction between the culture of the rulers and that of the masses. ലൂസിയാൻ പൈ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തെന്ന് പറഞ്ഞാല് ഒരു സൊസൈറ്റിയിലും റൂളേഴ്സിന്റെ കൾച്ചറും മാസസ് അവിടുത്തെ ആളുകളുടെ കൾച്ചറും തമ്മിൽ നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ട് ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് പറയുന്നത്. Therefore, any attempt to distinguish them may not bring any productive result. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് റൂളേഴ്സിന്റെ കൾച്ചർ ഇതാണ്, മാസസിന്റെ കൾച്ചർ ഇതാണെന്ന് പറഞ്ഞിട്ട് ഡിസ്റ്റിങ്ക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അതൊരു നല്ലൊരു റിസൾട്ട് ആയിരിക്കില്ല ഉണ്ടാക്കുക. Others argue that this approach is ambiguous. അതായത് ഭയങ്കര ഒരു വ്യക്തത ഇല്ലാത്തൊരു അപ്രോച്ച് ആണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്നാണ് ബാക്കിയുള്ളവർ ഇതിനെക്കുറിച്ച് പറയുന്നത്. പൊളിറ്റിക്കൽ കൾച്ചർ അപ്രോച്ച് ഈസ് ബൈ പ്രൊഡക്റ്റ് ഓഫ് മോഡേണൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് തിയറീസ്. മോഡേണൈസേഷൻ ഡെവലപ്മെന്റ് തിയറീസ്, അതായത് കൂടുതൽ വെസ്റ്റേൺ ഓറിയന്റഡ് ആയിട്ടുള്ള തിയറീസ് ആണ് മോഡേണൈസേഷൻ തിയറീസ്, ഡെവലപ്മെന്റ് ഇതൊക്കെ. അവര് ഡെവലപ്പിംഗ് നാഷൻസിനെ കുറിച്ച് പറയുന്നതും കാര്യങ്ങളൊന്നും ചിലപ്പോൾ ശരിയായിരിക്കണമെന്നില്ല, ഒരു യൂറോ സെൻട്രിക് അപ്രോച്ച് ആയിരിക്കും. അപ്പൊ അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് പൊളിറ്റിക്കൽ കൾച്ചർ അപ്രോച്ച്. എല്ലാരും ഒരേപോലെ ഒരു റോള് കൊടുക്കുന്ന ഒരു അപ്രോച്ച് അല്ല പൊളിറ്റിക്കൽ കൾച്ചർ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പൊളിറ്റിക്കൽ കൾച്ചർ അപ്രോച്ച് എന്തൊക്കെയാണെന്ന് പഠിച്ചു, അതിൽ ഡെഫിനിഷൻസ് പഠിച്ചു. ഡെഫിനിഷൻസിൽ തന്നെ എലമെന്റ്സും സാലിയൻ ഫീച്ചേഴ്സും ഒക്കെ പഠിച്ചു പൊളിറ്റിക്കൽ കൾച്ചർ അപ്രോച്ചിന്റെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആൽമണ്ടും വെർബയുടെയും ക്ലാസിഫിക്കേഷനും പിന്നെ ഫൈനറിന്റെ ക്ലാസിഫിക്കേഷനും പഠിച്ചത്. പിന്നെ അതിനെ കുറിച്ച് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു ആൽമണ്ടിന്റെ. പിന്നെ ഇപ്പൊ ക്രിറ്റിസിസം പഠിച്ചു. അപ്പൊ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇനി ഈ യൂണിറ്റിൽ നിന്നും മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ്, ക്രിട്ടിക്കലി എക്സാമിൻ പൊളിറ്റിക്കൽ കൾച്ചർ ആസ് എൻ അപ്രോച്ച് ദ സ്റ്റഡി ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. അപ്പൊ ഇതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള അപ്രോച്ച് കമ്പാരിറ്റീവ് പൊളിറ്റിക്കൽ കൾച്ചർ ആസ് എൻ അപ്രോച്ച് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് പഠിച്ചല്ലോ. അതിൽ ഡെഫിനേഷൻസ്, ഓരോ ആളുകൾ പറഞ്ഞ ഡെഫിനേഷൻസ്, പിന്നെ ഡയമെൻഷൻസ്, സാലിയൻ ഫീച്ചേഴ്സ്, കോമ്പണൻസ് ഒക്കെ നമ്മൾ അതിൽ അതൊക്കെ എഴുതണം. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ നോക്കുക ക്രിട്ടിക്കലി എക്സാമിൻ ആണ്. അപ്പൊ നമ്മൾ എന്താണ് ക്രിറ്റിസിസം എഴുതണം. അപ്പൊ ഇങ്ങനെ എപ്പോഴും ക്രിട്ടിക്കലി എക്സാമിൻ അല്ലെങ്കിൽ ക്രിട്ടിക്കലി അനലൈസ് എന്നൊക്കെ വരുമ്പോഴും നമ്മൾ ആ സാധനത്തിന്റെ ഡെഫിനേഷൻസും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിന്റെ ക്രിറ്റിസിസം എന്താണെന്നും കൂടെ എഴുതണം. അപ്പൊ ഇവിടെ നമ്മൾ പൊളിറ്റിക്കൽ കൾച്ചർ അപ്രോച്ചിനെ കുറിച്ച് എഴുതി കഴിഞ്ഞിട്ട് ഇതിന്റെ ക്രിറ്റിസിസം ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള കുറച്ച് ക്രിട്ടിക്കൽ അപ്രൈസൽ എഴുതില്ലേ, ആ ക്രിറ്റിസിസം കൂടി എഴുതിയിട്ടാണ് നമ്മൾ എക്സാമിൻ ചെയ്യേണ്ടത്. അതായത് ഇത്രയും ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ളതാണ് പൊളിറ്റിക്കൽ കൾച്ചർ. എന്നിരുന്നാൽ പോലും ഇതിന് ഇപ്പോഴും ഒരുപാട് ക്രിറ്റിസിസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ക്രിറ്റിസിസം എന്തൊക്കെയാന്ന് എഴുതാം. അതാണ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഡിഫൈൻ പൊളിറ്റിക്കൽ കൾച്ചർ ആൻഡ് ഡിസ്ക്രൈബ് ആൽമണ്ട് ആൻഡ് വെർബാസ് ക്ലാസിഫിക്കേഷൻ ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ. ഇതിൽ പൊളിറ്റിക്കൽ കൾച്ചറിന്റെ ഡെഫിനേഷൻ നമ്മൾ എഴുതുക. മെയിൻ ആയിട്ട് ഇതിൽ ചോദിക്കുന്നത് ആൽമണ്ടും വെർബയുടെയും ക്ലാസിഫിക്കേഷൻ ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ. നമ്മൾ പറഞ്ഞല്ലോ പെഡഗോഗിയിലെ സബ്ജക്ട് അങ്ങനെയുള്ള പൊളിറ്റിക്കൽ കൾച്ചർ പറഞ്ഞല്ലോ.
അതിന്റെ ക്ലാസിഫിക്കേഷൻസും അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും സബ് ടൈപ്സും ഒക്കെ എഴുതാം. 20 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ വരും. അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ എഴുതാൻ. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് തന്നെയാണ് എപ്പോഴും ഭയങ്കര ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതാക്കുമ്പോൾ എഴുതി വെക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ശരി, ബൈ.